കൊരിന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൻ്റെ 12-ാമത്തെ അധ്യായത്തിൻ്റെ എന്നോട് ഞാൻ ആവർത്തിക്കാം. കൊരിന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൻ്റെ 12-ാമത്തെ അധ്യായത്തിൻ്റെ 8, 9, 10 വാക്യങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. ആ വാക്യങ്ങൾ സ്വീകരിക്കുവാനായിട്ട് നിങ്ങളുടെ മനസ്സ് ഒരുക്കപ്പെട്ട് കഴിഞ്ഞുവെങ്കിൽ ഇപ്പോൾ ആ വായന നമ്മുടെ നടുവിൽ എത്തുകയാണ്. നീങ്ങേണ്ടതിന്, അത് എന്നെ വിട്ട് നീങ്ങേണ്ടതിന് ഞാൻ മൂന്ന് വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട് എന്റെ കൃപ നിനക്ക് മതി, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാം, കൊരിന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിന്റെ 12-ാമത്തെ അധ്യായം വേറെ ഒന്നിന്റെയും വിശദീകരണമല്ല. പൗലോസിന് കൂടെ ഉണ്ടായിരുന്ന ഒരു ശൂലത്തിന്റെ വിശദീകരണമാണ്. ശൂലം എന്ന വാക്കാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. എന്തായിരുന്നു ആ ശൂലമെന്ന് അതൊന്ന് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അപ്പൊ ഈ ശൂലം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി അദ്ദേഹം 3 പ്രാവശ്യം ദൈവത്തോട് അപേക്ഷിച്ചു എന്നാണ് ഇവിടെ വായിക്കുന്നത്. 3 പ്രാവശ്യം. ഒന്നുകൂടെ വായിച്ചു 8-ാമത്തെ വാക്യം. അത് എന്നെ വിട്ട് നീങ്ങേണ്ടതിന്, അത് എന്നെ വിട്ടൊന്ന് നീങ്ങി പോകേണ്ടതിന് 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. ഞാൻ 3 പ്രാവശ്യം കർത്താവിനോട് അപേക്ഷിച്ചു. കർത്താവേ, എനിക്ക് ഈ ശൂലം സഹിക്കവയ്യ, ഇത് എന്നെ വിട്ടൊന്ന് മാറിപ്പോണമേ എന്ന് 3 പ്രാവശ്യം ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു. എന്തായിരുന്നു ഈ ശൂലം എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ തന്നെ അതിൻ്റെ ക്ലോസ് ഉണ്ട്. എളുപ്പത്തിൽ അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു വാക്യം കൂടെ താഴേക്ക് ഇറങ്ങി വായിക്കാം. 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചട്ടെ. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. അപ്പം ഒരു കാര്യം നീങ്ങിപ്പോകാൻ പൗലോസ് പ്രാർത്ഥിക്കുന്നു. 3 പ്രാവശ്യം ദൈവത്തോട് അപേക്ഷിക്കുന്നു. 3 പ്രാവശ്യം അപേക്ഷിച്ചിട്ടും അത് നീങ്ങിപ്പോയില്ലാഞ്ഞപ്പം പൗലോസിനുണ്ടായി ദൈവത്തിൻ്റെ മറുപടിയാണ് നമ്മൾ കണ്ടത്. എൻ്റെ കൃപ നിനക്ക് മതി, നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാണ് എൻ്റെ കൃപ എന്ന വിശദീകരണം. അപ്പം എന്തായിരുന്നു ആ ശൂലം? മറ്റൊന്നുമല്ല. ആൾക്കാർ പറയും ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് കർത്താവുമായിട്ട് ഒരു എൻകൗണ്ടർ, ഒരു ഇടപെടൽ പൗലോസിനുണ്ടായപ്പം പൗലോസ് അന്ന് അന്ധനെ പോലെയായി ചില ദിവസങ്ങളിലേക്ക്. അപ്പം അതിനുശേഷം ഇദ്ദേഹത്തിന് കണ്ണിന് തകരാറുണ്ടായിരുന്നു. അതായിരുന്നു തൻ്റെ ബലഹീനത എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. വേദശാസ്ത്രികളുടെ ഇടയിൽ തന്നെ, വേദം പഠിപ്പിക്കുന്നവരുടെ ഇടയിൽ തന്നെ ഉള്ള ചിന്താഗതികളാണത്. കണ്ണിൻ്റെ കാഴ്ചയില്ലായ്മയാണ് ശൂലം എന്ന് പറയുന്നവർ. മറ്റു ചിലർ പറയുന്ന ഒന്നും അല്ലായിരുന്നു ശൂലം. ജന്മന ഇദ്ദേഹം ഹാൻഡിക്യാപ്ഡ് ആയിരുന്നു. ഇദ്ദേഹത്തിന് ശരീരത്തിൽ ഒരു ബലഹീനത ഉണ്ടായിരുന്നു എന്നാണ്. പക്ഷെ ഒരു വിശദീകരണത്തിൻ്റെയും ആവശ്യം കൂടാതെ മനസ്സിലാക്കാൻ കഴിയുന്ന ഈ ശൂലം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ വ്യക്തമാണ്. വേറൊന്നുമല്ല, യേശു നിമിത്തമുള്ള ഉപദ്രവങ്ങളെയാണ് ഇവിടെ ശൂലം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. മറ്റൊരു വാക്കി പറഞ്ഞാൽ, എവിടെ ചെന്നാലും സുവിശേഷ നിമിത്തം ഇദ്ദേഹത്തിന് കയ്യേറ്റം ഉണ്ടാവും. ഇദ്ദേഹത്തിന് അത് ആ വാക്യത്തിൽ കണ്ടു, 10-ാമത്തെ വാക്യത്തിൽ കണ്ടു അല്ലേ? അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ഇപ്പൊ അദ്ദേഹത്തിന് അത് ഇഷ്ടമായി മാറി. അദ്ദേഹം പറയാണ്, ഞാനതിപ്പോ സഹിക്കാൻ ഇഷ്ടപ്പെടുകയാണ്. മാറിപ്പോവാൻ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു, 3 പ്രാവശ്യം അപേക്ഷിച്ചിട്ടും മാറിപ്പോയില്ല. മാറിപ്പോകാഞ്ഞപ്പം കർത്താവ് കൊടുത്ത മറുപടി കെട്ടിക്കഴിഞ്ഞിട്ട് താൻ പറയാണ്, ഇപ്പൊ എനിക്കത് മാറിപ്പോണമെന്ന് പോലും താല്പര്യമില്ല. കാരണം ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവഹിപ്പാൻ ഈ ബലഹീനത ഒരു കാരണമായാൽ ഞാൻ എൻ്റെ ബലഹീനതയിലും കൂടെ പ്രശംസിക്കാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പം ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്ന പ്രധാന ചിന്ത ഇതാണ്: നിങ്ങളുടെ ബലഹീനതാ വിഷയത്തെ ദൈവം പ്രശംസാ വിഷയമാക്കി മാറ്റുവാൻ താല്പര്യപ്പെടുന്നു. ഹല്ലേലൂയ. കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്ത ശക്തിയോടെ ഒന്നുകൂടെ ഞാൻ പറയാം. നിങ്ങളുടെ ബലഹീനമായ ആ വിഷയത്തെ ദൈവം പ്രശംസാ വിഷയമാക്കി മാറ്റുവാൻ താല്പര്യപ്പെടുന്നു. നിങ്ങളുടെ കുറവുകളെ നിങ്ങളുടെ മാന്യതയ്ക്ക് കാരണമാക്കി മാറ്റാൻ കർത്താവ് താല്പര്യപ്പെടുന്നു. ഞാൻ ഒന്നുകൂടെ പറയാം. നിങ്ങൾ കുറവാണെന്ന് പറഞ്ഞതിനെ തികച്ച് നിർത്തിയിട്ട് അത് മാന്യതയ്ക്കാക്കി മാറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ കുറവുകളിൽ പ്രശംസിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ ആലോചന നമ്മെ കൊണ്ടുവരാൻ പോവുകയാണ്. 8-ാമത്തെ വാക്യം മുതൽ നമ്മളൊന്നുകൂടെ വായിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ എൻ്റെ ബലഹീനതയിൽ അതിസന്തോഷത്തോടെ പ്രശംസിക്കുന്നു. 9-ാമത്തെ വാക്യം വായിച്ചു.
അവൻ എന്നോട് 3 വട്ടം മാറിപ്പോകാൻ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിന്റെ മറുപടിയാണ് 9-ാമത്തെ വാക്യം. കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിന്റെ 12-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. എന്റെ കൃപ നിനക്ക് മതി. അവൻ എന്നോട് എന്റെ കൃപ നിനക്ക് മതി. എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. നീ ബലഹീനനാകുന്ന ഓരോ സമയത്തും എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ 3 വട്ടം മാറിപ്പോകാൻ പ്രാർത്ഥിക്കുന്നു. മാറിപ്പോകാൻ പ്രാർത്ഥിച്ചപ്പോൾ മാറ്റാതെ ദൈവത്തിന്റെ മറുപടി ഇവിടെ കൊടുക്കുകയാണ്. എന്തായിരുന്നു ദൈവത്തിന്റെ മറുപടി? അവൻ എന്നോട് എന്റെ കൃപ നിനക്ക് മതി. ഇവിടെ ഈ ശൂലമൊന്ന് മാറ്റിത്തരണേ. കൂടെ പോകുന്നിടത്തെല്ലാം കയ്യേറ്റവും ഉപദ്രവവും സഹിച്ചു മടുത്തു. നിങ്ങൾക്കറിയാം, ഒന്നുകിൽ ജാതികൾ ഉപദ്രവിക്കും, അല്ലെങ്കിൽ യഹൂദന്മാർ ഉപദ്രവിക്കും. ന്യായപ്രമാണത്തിന്റെ കർമാചാരങ്ങൾ അനുഷ്ഠിക്കാൻ പ്രസംഗിച്ചിരുന്നുവെങ്കിൽ യഹൂദന്മാർ കൂടെ നിന്നേനെ. അല്ല, ഇനി ജാതികളുടെ ഇടയിൽ നിന്ന് യഹൂദ മേധാവിത്വം എടുക്കാതെ പ്രസംഗിച്ചിരുന്നെങ്കിൽ ജാതികൾ കൂടെ നിന്നേനെ. ഇപ്പൊ അദ്ദേഹത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ 2 കൂട്ടരും കൂടെ ഇല്ല. യഹൂദന്റെ മതോപദേശമാകുന്ന ന്യായപ്രമാണത്തിന്റെ കർമാചാരങ്ങൾ അനുഷ്ഠിച്ച് ജീവിക്കാനും ഇദ്ദേഹം പ്രസംഗിക്കുന്നില്ല. ജാതികൾക്ക് അനുകൂലമായിട്ട് ജാതികൾ കാട്ടിക്കൂട്ടുന്ന സകല ചേഷ്ടകൾക്കും അനുകൂലമായിട്ട് ഇദ്ദേഹം നിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ യഹൂദന്മാരുടെയും ശത്രുവായി ഇദ്ദേഹം സത്യം പറയുന്നത് കൊണ്ട് ജാതികളുടെയും ശത്രുവായി ഇദ്ദേഹം സത്യം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എവിടെ ചെന്നാലും ഉപദ്രവമാണ്, കയ്യേറ്റം. നിങ്ങൾക്കറിയാം, ചില ഭാഗങ്ങൾ അപ്പോസ്തല പ്രവൃത്തി വായിച്ചാൽ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു, ഇങ്ങനെ ഒരു മനുഷ്യൻ എങ്ങനെ സഹിക്കാൻ പറ്റുമെന്ന്. അതുപോലെ ഈ മനുഷ്യനെ ഉപദ്രവിച്ചിട്ടുണ്ട്. കോൽ കൊണ്ടടി, അതായത് കോൽ കൊണ്ടുള്ള അടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയണമേ, അസ്ഥിയോട് ബന്ധം വിടുന്ന പോലെ, അസ്ഥിയിൽ നിന്നും മാംസം വേർപെടുന്നത് പോലെ, അതുപോലെ കോൽ കൊണ്ടടിക്കും. ഒരു പട്ടണത്തിൽ വെച്ച് അദ്ദേഹത്തെ അടിച്ചിട്ട് എഴുന്നേറ്റ് നടക്കാൻ ജീവനില്ലാഞ്ഞിട്ട് അദ്ദേഹത്തെ വലിച്ചിഴച്ച് പട്ടണത്തിന് പുറത്താക്കി ഒരു സ്ഥലത്ത് കൊണ്ട് ഇട്ടേച്ചു പോയി, മരിച്ചു എന്ന് പറഞ്ഞ്. ഇതൊന്നും അദ്ദേഹം മോഷ്ടിക്കാൻ പോയോണ്ടോ അദ്ദേഹം സാമ്പത്തികത്തിൽ കള്ളത്തരം കാണിച്ചുകൊണ്ടോ ഒന്നുമല്ല. ഇതെല്ലാം സുവിശേഷ നിമിത്തം അദ്ദേഹത്തിനുണ്ടായ ഉപദ്രവങ്ങളായിരുന്നു. ഇങ്ങനെ സുവിശേഷ നിമിത്തം ഒന്നിലധികം തവണ ഉപദ്രവത്തിലായപ്പോൾ ഇദ്ദേഹത്തിന് അങ്ങ് മനസ്സ് മടുത്തു. എൻ്റെ കർത്താവ്, എവിടെ ചെന്നാലും അടി കിട്ടുക, എവിടെ ചെന്നാലും കയ്യേറ്റമാ, എവിടെ ചെന്നാലും ഉപദ്രവമാ, എവിടെ ചെന്നാലും ബുദ്ധിമുട്ടാ. ഇത് സഹിക്ക വയ്യ, ഇതൊന്ന് മാറിപ്പോയാ കൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ കർത്താവിൻ്റെ മറുപടി മാറ്റുകയല്ല. യേശുവിൻ്റെ മറുപടി 9-ാം വാക്യത്തില് എന്റെ കൃപ നിനക്ക് മതി. വായിച്ചോ വാക്ക്, 9-ാം വാക്യം. അവൻ എന്നോട് എന്റെ കൃപ നിനക്ക് മതി. അപ്പൊ ഇദ്ദേഹം ഈ കയ്യേറ്റം കൊണ്ടും ബലഹീനത കൊണ്ടും ഉപദ്രവം കൊണ്ടും ബലഹീനനാകാറുണ്ട്. ഇവിടെ ഇതാ കർത്താവിന്റെ കൃപ ബലഹീനതയിൽ. വാക്യം ഒന്ന് വായിച്ചോ, 9-ാമത്തെ വാക്യം. അവൻ എന്നോട് എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. കരമുയർത്തി ഒന്ന് പറഞ്ഞേ, യേശുവിന്റെ ശക്തി എന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ബലഹീനത നിങ്ങളിൽ ഒരു ദ്വാരമുണ്ടാക്കിയെങ്കിൽ കർത്താവിൻ്റെ കൃപ ആ ദ്വാരത്തെ അടയ്ക്കുന്ന ദൈവശക്തിയാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, ബലഹീനത നിങ്ങളിൽ ഒരു കുഴി ഉണ്ടാക്കിയെങ്കിൽ കർത്താവിൻ്റെ കൃപ ആ കുഴിയെ മൂടുന്ന ദൈവശക്തിയാണ്. ഹല്ലേലൂയ. ബലഹീനത നിങ്ങളിൽ ഒരു മുറിവുണ്ടാക്കിയെങ്കിൽ കർത്താവിൻ്റെ കൃപ ആ മുറിവിനെ കേറി മൂടി സൗഖ്യമാക്കുന്ന അഭിഷേകമാണ്. കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തേ. ഹല്ലേലൂയ. ഇതുപോലെ ഇന്ന് വ്യക്തിപരമായ ചില ബലഹീനതകളും അതുപോലെ തന്നെ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന മറ്റു ബലഹീനതകളും ഉള്ളവരെന്നെ കേൾക്കുന്നുണ്ട്. ഞാൻ വ്യക്തമായിട്ട് ഇന്നിവിടെ ഇത് വചനം പറയുമ്പോൾ ഉറപ്പിച്ച് ഞാൻ പറയാം, നിങ്ങളുടെ ബലഹീനതാ വിഷയം ഇന്ന് ഈ വചന കേൾവിയാൽ കർത്താവിൻ്റെ കൃപയെ നിങ്ങൾ തിരിച്ചറിയുന്ന മിനിറ്റിൽ നിങ്ങളുടെ ബലഹീനതാ വിഷയം നിങ്ങളുടെ പ്രശംസാ വിഷയമായി മാറുകയാണ്. ഒന്ന് കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പോരാ, ശക്തിയോടെ ആ കരങ്ങളെ ഒന്ന് ഉയർത്തിച്ചേർത്തടിച്ചോണ്ട്, ആ കരങ്ങളെ ഒന്ന് ഉയർത്തിച്ചേർത്തടിച്ചോണ്ട്. ഹല്ലേലൂയ. എന്താണോ നിങ്ങളുടെ ബലഹീനത അതിലേക്ക്
കർത്താവിൻ്റെ കൃപയുടെ ഒരു വ്യാപാരം അത് വ്യാപരിക്കാൻ പോവുകയാണ്. ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പറയാം. എന്താണോ നിങ്ങളുടെ ബലഹീനത, അതിലേക്ക് കർത്താവിൻ്റെ കൃപയുടെ ഒരു ആവരണം ഇന്ന് വ്യാപരിക്കാൻ പോവുകയാണ്. രോഗവിഷയത്തിൽ ബലഹീനരായിട്ടുള്ളവരിവിടെ ഉണ്ട്. രോഗം നിങ്ങളിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരുപാട് ദുർഘടങ്ങൾ, കുഴികൾ, ഒരുപാട് വേദനകൾ നിങ്ങൾ ഉണ്ടാകും. ഇന്ന് ആ വേദനയെ മുഴുവൻ മൂടുന്ന അളവിൽ കർത്താവിൻ്റെ കൃപയുടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓ, ശക്തിയോടെ യേശുവേ എന്ന് വിളിച്ച് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. കടഭാരം, ഞാൻ പറയാം, കടഭാരം നിങ്ങളിൽ ഒരു വലിയ ബലഹീനതയെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് കടഭാരം ഉണ്ടാക്കിയിരിക്കുന്ന വിടവ് അടച്ചുകൊണ്ട് കർത്താവിൻ്റെ കൃപ അവിടെ കയറി മൂടിയിട്ട് ഒരു സ്വസ്ഥമായ സ്വൈര്യമായ ജീവിതം നയിപ്പാൻ ദൈവത്തിൻ്റെ ശക്തി നിങ്ങളെ സഹായിക്കുകയാണ്. എന്താണോ നിങ്ങൾക്ക് ബലഹീനമായിരിക്കുന്നത് അതിലേക്ക് കൃപയുടെ വലിയ ആവാസം ഉണ്ടാകാൻ പോകുകയാണ്. അതാണ് ആ വാക്യം വായിക്കുന്നത്. അവൻ എന്നോട്, വായിച്ചട്ടെ ആ വാക്ക്, അവൻ എന്നോട് എൻ്റെ കൃപ നിനക്ക് മതി. വായിച്ചോ, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഒന്ന് കണ്ടേ, ആദ്യത്തെ വാക്യത്തിൽ കാണുന്നത് ബലഹീനതയാണ്. രണ്ടാമത്തെ വാക്യത്തിൽ കാണുക, എവിടെയാണോ ബലഹീനത ആരംഭിച്ചത് അവിടെ മുതല് എവിടെയാണോ ബലഹീനത അവസാനിച്ചത് അവിടം വരെ തികഞ്ഞു കയറി വരുന്ന ദൈവകൃപ. ഒന്ന് പറഞ്ഞ് തികഞ്ഞു കയറി വരുന്ന ദൈവകൃപ. അതാ വാക്യത്തിൽ കണ്ടത്. എവിടെയാണോ ബലഹീനത ആരംഭിച്ചത് അവിടം മുതൽ തികഞ്ഞു കയറി വരുന്ന ദൈവകൃപ. ഇതാണ് ദൈവകൃപയുടെ ആഴം. ഇന്നത് അനുഭവിച്ചിട്ടില്ലെങ്കിൽ ഇന്നത് അനുഭവിക്കാൻ വേണ്ടി നിങ്ങളെ തന്നെ വിട്ടുകൊടുത്തോണം. ഹല്ലേലൂയ. ഇന്നത് അനുഭവിക്കാൻ വേണ്ടി നിങ്ങളെ തന്നെ വിട്ടുകൊടുത്തോണം. കാരണം ഈ വചന സത്യമാണ്. ഇതിനകത്തൊരു വലിയ ജീവനുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ ബലഹീനരായി ഈ മീറ്റിങ്ങിന് ശേഷം, ഈ വചന കേൾവിക്ക് ശേഷം നിങ്ങൾ കടന്നു പോകുകയില്ല. നിങ്ങളുടെ ബലഹീനതയ്ക്കകത്ത് ഒരു തികവ് വ്യാപരിക്കുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. ഒന്ന് ചേർന്ന് പറഞ്ഞ്, തികഞ്ഞു വരുന്ന ദൈവകൃപ. ഞാൻ 9-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം ഒരിക്കൽ കൂടെ വായിക്കാം. എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. എൻ്റെ ശക്തി, രണ്ട് കാര്യം ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. ഒരു തട്ടിൽ എൻ്റെ ബലഹീനത, രണ്ടാമത്തെ തട്ടിൽ കർത്താവിൻ്റെ ശക്തി. ഈ രണ്ടെണ്ണം ഒന്ന് പറഞ്ഞേ. ഒന്ന് എൻ്റെ ബലഹീനത, രണ്ടാമത്തെ തട്ടിൽ കർത്താവിൻ്റെ ശക്തി. ഓ, ഹല്ലേലൂയ. എൻ്റെ ബലഹീനതയിലേക്ക് കർത്താവിൻ്റെ ശക്തി. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇനി അവിടെ ആ ബലഹീനത കാണാനില്ല. പിന്നെ അവിടെ ഉള്ളത് തന്നെ കർത്താവിൻ്റെ ശക്തി ഒന്ന് മാത്രമാണ്. ഹല്ലേലൂയ. ഇപ്പം ഇദ്ദേഹം പറയാണ്, ദൈവത്തിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കുവാൻ. വാക്യം വായിച്ചോ മോനെ. എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി. ഇപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി. രണ്ട് തട്ടിൽ അദ്ദേഹം തിരിച്ചറിയുകയാണ്. ഒരു ഭാഗത്ത് എന്റെ ബലഹീനത ഇരിക്കുന്നു, മറുഭാഗത്ത് കർത്താവിന്റെ ശക്തി ഇരിക്കുന്നു. എന്റെ ബലഹീനത, കർത്താവിന്റെ ശക്തി. ഒന്ന് കരമുയർത്തി പറഞ്ഞു, എന്റെ ബലഹീനത, കർത്താവിന്റെ ശക്തി. എന്റെ ബലഹീനത, കർത്താവിന്റെ ശക്തി. ഒന്നുകൂടെ പറ, എന്റെ ബലഹീനത, കർത്താവിന്റെ ശക്തി. ഞാൻ ആ വിഷയത്തിൽ ബലഹീനനാണ്, പക്ഷെ കർത്താവ് ആ വിഷയത്തിൽ ശക്തനാണ്. കരമുയർത്തി ഒന്ന് പറഞ്ഞു, ഞാൻ ആ വിഷയത്തിൽ ബലഹീനനാണ്, പക്ഷെ കർത്താവ് ആ വിഷയത്തിൽ ശക്തനാണ്. പോരാ, രണ്ട് കരം ഉയർത്തി പറഞ്ഞാട്ടെ, ഞാൻ ആ വിഷയത്തിൽ ബലഹീനനാണ്, പക്ഷെ കർത്താവ് ആ വിഷയത്തിൽ ശക്തനാണ്. ഹല്ലേലൂയ. ഇവിടെയാണ് നിങ്ങളുടെ ബലഹീനതയെ കർത്താവിൻ്റെ ശക്തിയുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുകയാണ് ഇവിടെ. ഹല്ലേലൂയ. നിങ്ങളുടെ ബലഹീനത യേശുവിൻ്റെ മേലും യേശുവിൻ്റെ ശക്തി നിങ്ങളുടെ മേലും ആവുകയാണ്. അശക്തരായ നിങ്ങൾ ശക്തരാവുകയും നിങ്ങളുടെ ബലഹീനത യേശുവിൻ്റെ മേൽ വരികയും ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഇവിടെയാണ് കൃപയുടെ ആഴം നമ്മൾ അറിയേണ്ടത്. ഏതെങ്കിലും ഒരു മേഖലയിൽ നിങ്ങൾ ബലഹീനരായിട്ടുണ്ടോ, ആ മേഖലയിൽ നിങ്ങൾ വിശ്വസിച്ചവൻ ബലവാനാണ്. ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ നിർത്തി പറയാം. ഏതെങ്കിലും ഒരു മേഖലയിൽ നിങ്ങൾ ബലഹീനരാണോ, ആ മേഖലയിൽ നിങ്ങൾ വിശ്വസിച്ചവൻ ബലവാനാ. നിങ്ങളുടെ ഏതാ ബലഹീനതയുള്ള അതിൽ കർത്താവ് ബലവാനാ. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കരം കൊടുത്ത് പറഞ്ഞ്, ഏത് മേഖലയിലാണ് നിങ്ങൾ ബലഹീനരായിരിക്കുന്നത്, ആ മേഖലയിൽ കർത്താവ് ബലവാനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ മനുഷ്യർ പരാജയപ്പെടുന്ന എവിടാന്നറിയാമോ? ബലവാനായ കർത്താവിനെ ബലഹീനതയിൽ അനുവദിക്കുന്നതിലാണ് തോറ്റുപോകുന്നത്. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. ബലവാനായ കർത്താവിനെ ബലഹീനതയിൽ അനുവദിക്കുന്നതിലാണ് തോറ്റുപോകുന്നത്. ഉദാഹരണം ഞാൻ പറയും, എനിക്കൊരു ബലഹീനതയുണ്ട്. അതെന്താ എന്താ 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 ഒരു ബലഹീനത നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞു. എന്തോ ആയിക്കോട്ടെ ബലഹീനത. എന്താ ഒരു ബലഹീനത? എനിക്കൊരു രോഗമുണ്ടായിന്നിരിക്കട്ടെ.
രോഗമൊന്നുമില്ല കേട്ടോ. രോഗമുണ്ട് എന്നിരിക്കട്ടെ. ഉള്ള രോഗം എന്ന ബലഹീനതയിൽ ഞാൻ കർത്താവിൻ്റെ ശക്തിയെ, കൃപയെ ആവസിക്കുവാൻ അനുവദിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണെന്നറിയോ? എൻ്റെ ബലഹീനത കർത്താവിൻ്റെ ബലത്തിന് വഴിമാറുകയാണ്. മറ്റൊരാശയത്തിൽ പറഞ്ഞ എൻ്റെ ബലഹീനതയിലേക്ക് കർത്താവിൻ്റെ ശക്തി ആവസിക്കുകയാണ്. അതാ വാക്യത്തിൽ പറയുന്നത്. 8ാം വാക്യം നോക്കി. എൻ്റെ ശക്തി ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന്. ഇവിടുത്തെ ചിന്ത അതാണ്. ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേലെ ആവസിക്കണം. ഒന്ന് പറഞ്ഞേ, ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേലെ ആവസിക്കണം. അങ്ങനെ ഒന്ന് ആവസിച്ചാൽ തീരാത്ത ഒരു വിഷയം എനിക്കില്ല. ഇന്ന് നിങ്ങളുടെ എത്ര വലിയ വിഷയമാണോ, ക്രിസ്തുവിന്റെ ശക്തി നിങ്ങളിൽ ഒന്ന് ആവസിച്ചാൽ തീരാത്ത ഒരു വിഷയവുമില്ല. ക്രിസ്തുവിന്റെ ശക്തി നിങ്ങളിൽ ആവസിച്ചാൽ, ഞാൻ ആവർത്തിച്ച് പറയാം, ക്രിസ്തുവിന്റെ ശക്തി നിങ്ങളിൽ ആവസിച്ചാൽ, ഓ ഹല്ലേലൂയ, അവിടെ പിന്നെ നിങ്ങളുടെ ശക്തി കൊണ്ടല്ല നിങ്ങൾ കാര്യങ്ങളെ നേടാൻ പോകുന്നത്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിന് മതിയാകുന്നു. കരമടിച്ചൊന്ന് ഏറ്റെടുത്തു, ആ പദത്തെ ഒന്ന് സ്വീകരിച്ചു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിന് മതിയാകുന്നു. ഹല്ലേലൂയ. അപ്പൊ ഏതെങ്കിലും ഒരു മേഖലയിൽ നിങ്ങൾ മതിയാകുന്നുവെങ്കിൽ ഓർക്കുക, മതിയാകുന്നത് നിങ്ങളെ ശക്തനാക്കുന്നവൻ്റെ ശക്തി മുഖാന്തരമാണ്. നിങ്ങളെ ശക്തനാക്കുന്നവൻ്റെ ശക്തി മുഖാന്തരമാണ്. അപ്പോൾ ഇവിടെ ഇന്ന് ഇത് രണ്ടും ഞാൻ നിങ്ങളെ കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇത് സ്വീകരിക്കാൻ വേണ്ടിയാണ്. ഒന്ന്, നിങ്ങളുടെ ബലഹീനത. 2, കർത്താവിൻ്റെ ശക്തി. ഹല്ലേലൂയ. നിങ്ങളുടെ ബലഹീനതയിൽ ഓരോരുത്തർക്കും അവരുടെ ബലഹീനത അറിയാം. ഞാൻ ഏത് മേഖലയിലാണ് ബലഹീനനെന്ന് എൻ്റെ ഭാര്യയ്ക്കറിയില്ല, എൻ്റെ മക്കൾക്കറിയത്തില്ല, എൻ്റെ അപ്പനറിയത്തില്ല, എൻ്റെ അമ്മയ്ക്കറിയത്തില്ല. പക്ഷേ എനിക്കറിയാം ഞാൻ ബലഹീനനാന്ന്. ഞാൻ ബലഹീനനായിരിക്കുന്ന മേഖല എനിക്ക് വ്യക്തമായിട്ടറിയാം. ഇവിടെയാണ് ആ ബലഹീനതയിലേക്ക് കർത്താവിൻ്റെ ശക്തിയെ ആവസിക്കുവാൻ നിങ്ങൾ അനുവദിക്കുമ്പോൾ, നിങ്ങളുടെ ബലഹീനതയിൽ കർത്താവിൻ്റെ ശക്തി ആവസിച്ച് കഴിയുമ്പോൾ ബലഹീനത ഇല്ലാത്ത ഒരു മനുഷ്യൻ പുറത്തു വരികയാണ്. ഓ, കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തു. ഹല്ലേലൂയ. എന്നിട്ട് അദ്ദേഹം പറയുന്നു, നോക്കിക്കേ, ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതയിൽ പ്രശംസിക്കും. ആകയാൽ, അവിടെ നിന്നിട്ട് വായിച്ചോ 2ാം വാക്യത്തിന്റെ 2ാം ഭാഗം. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന്. അപ്പൊ ഇദ്ദേഹത്തിന് മനസ്സിലായി, ഈ ബലഹീനത കാരണം ഇപ്പൊ ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കുകയാണ്. ഈ ബലഹീനത വന്നപ്പം ക്രിസ്തുവിന്റെ ശക്തി എന്നെ വിട്ടുപോവല്ല. ഈ ബലഹീനത വന്നപ്പം ക്രിസ്തുവിന്റെ ശക്തി എന്നെ ബലവാനാക്കി നിർത്താൻ വേണ്ടി കൂടുതലായിട്ട് ആവസിക്കുകയാണ്. ഞാൻ ആവർത്തിച്ച് പറയാം, നിങ്ങൾക്കൊരു ബലഹീനതയുണ്ടോ, കർത്താവിന്റെ ശക്തി നിങ്ങളെ ഇട്ടച്ചു പോവല്ല. ആ ബലഹീനതയിൽ നിങ്ങളെ കൊള്ളാവുന്നവരായി പുറത്തെടുക്കാൻ ദൈവശക്തി വ്യാപരിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ആ ബലഹീനതയെ അറിഞ്ഞവരൊക്കെ നിങ്ങളെ വിട്ടുപോയേക്കാം. ഹല്ലേലൂയ. നിങ്ങളുടെ ആ ബലഹീനതയെ അറിഞ്ഞവരെല്ലാം അത് 10 പേരോട് പറയാൻ താല്പര്യപ്പെട്ടേക്കാം. നിങ്ങളുടെ ആ ബലഹീനത അറിഞ്ഞവരെല്ലാം നിങ്ങളെ ഒറ്റപ്പെടുത്തിയേക്കാം. നിങ്ങളുടെ ആ ബലഹീനത അറിഞ്ഞവരെല്ലാം നിങ്ങളെ ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുത്ത് മാറിപ്പോയേക്കാം. പക്ഷെ കർത്താവ് എന്താ ചെയ്യുന്നത്? നീ വചനത്തെ ശ്രദ്ധിച്ച് കേട്ടോ. ആ ബലഹീനത ഉണ്ടെന്ന് നിങ്ങൾക്കറിയുമ്പം കർത്താവ് കൂടുതൽ ശക്തിയോടെ, ഓ ഹല്ലേലൂയ, യേശു കൂടുതൽ ശക്തിയോടെ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി നിൽക്കും. അങ്ങനെ ബലഹീനനായിരുന്ന കരഞ്ഞയാള് ബലഹീനത നിമിത്തം സന്തോഷിക്കും. അതാ നേരെ കേൾക്കുന്നുണ്ടല്ലോ വാക്യം. ആ വാക്യം ഒന്ന് വായിച്ചു. ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. ഒന്ന് കേട്ടേ ആ വാക്ക്. ഞാൻ അതിസന്തോഷത്തോടെ. ഒന്ന് കരമുയർത്തി പറയാമോ? ഞാൻ അതിസന്തോഷത്തോടെ. ഒച്ചത്തിലൊന്ന് പറഞ്ഞു, പൂർവാധികം സന്തോഷത്തോടെ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ബലഹീനതയിൽ പ്രശംസിക്കും. ഹല്ലേലൂയ. നോക്കി. അയ്യോ, ആരുടെ മുമ്പിലും പറയാൻ എനിക്ക് ഇഷ്ടമില്ലായിരുന്ന ബലഹീനത ഇപ്പൊ എല്ലാവരുടെ മുമ്പിലും പറയാൻ എനിക്ക് ഇഷ്ടമാണ്. ഹല്ലേലൂയ. എൻ്റെ പരാജയം അവരത് അറിഞ്ഞാൽ മോശമല്ലേ എന്ന് ചിന്തിച്ച ഞാൻ ഇപ്പം എല്ലാവരുടെ മുമ്പിലും അത് പറയാൻ ഇഷ്ടപ്പെടുന്നു. അതിന് കാരണം എന്നാണെന്നറിയോ? എനിക്ക് മനസ്സിലായി, ഈ ബലഹീനനായിരുന്നപ്പോഴാണ് ഏറ്റവും കൂടുതൽ കർത്താവിൻ്റെ കൃപ ഞാൻ അനുഭവിച്ചത്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പം ഞാൻ പറയാം, നേരത്തെ അദ്ദേഹത്തിന് ചിന്ത ഇതായിരുന്നു, ഇതെന്നാ പോകുന്നിടത്തെല്ലാം ഉപദ്രവം, ഇതെന്നാ പോകുന്നിടത്തെല്ലാം കുറ്റാരോപണം, ഇതെന്നാ പോകുന്നിടത്തെല്ലാം പഴി, ഇതെന്നാ പോകുന്നിടത്തെല്ലാം നിന്ന. ഇതായിരുന്നു ചോദ്യം. കൃപ അങ്ങോട്ട് ആവഹിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പൊ ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ? ഇതെന്നെ നിന്നയൊന്നും വരാത്തെ, ഇതെന്നെ ഉപദ്രവമൊന്നും വരാത്തെ, ഇതെന്നെ ആരും എന്നെ വിമർശിക്കാത്തെ,
ഇതെന്നെ ആരും എന്നെ പഴിക്കാത്ത, ഇതെന്നെ ആരും എൻ്റെ കുറ്റം കണ്ടുപിടിക്കാത്ത. കാരണം അദ്ദേഹത്തിന് മനസ്സിലായി ഇത്, ഹല്ലേലൂയ, ഇത് കീറുന്ന ഒരു വിഷയമല്ല ഈ ബലഹീനത, മറിച്ച് ഇതൊരു കിരീടമാണ്. ഓ, കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തു. നിങ്ങളെ തകർക്കുവാനല്ല. ഓ ജീസസ്. ഇവിടെ നോക്കി അവസാനത്തെ ആ ഭാഗമാണ് ശ്രദ്ധിക്കേണ്ടത്. കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 12-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗമാണ്. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന്. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന്, ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ. അക്ഷരാർത്ഥത്തിൽ ആ പദം നിങ്ങളൊന്ന് കേട്ടാൽ മതി. ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കുകയാണ്. ഞാൻ ബലഹീനനായപ്പം ക്രിസ്തുവിന്റെ ശക്തി മാറിക്കുവല്ല. നിങ്ങൾ ബലഹീനരാകുമ്പോൾ ക്രിസ്തുവിന്റെ ശക്തി നിങ്ങളുടെ മേൽ ആവസിക്കുകയാണ്. അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞു, നിങ്ങൾ ബലഹീനരാകുമ്പോൾ യേശുവിന്റെ ശക്തി നിങ്ങളുടെ മേൽ ആവസിക്കുകയാണ്. ചെയ്യാൻ കഴിയാത്തൊരു കാര്യം ചെയ്യാൻ പോകുമ്പം നിങ്ങൾക്ക് സന്ദേഹം ഉണ്ടാകും, എനിക്കത് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷെ ഓർത്തു വെച്ചോ, നിങ്ങൾ ആ കാര്യം ചെയ്യാൻ പോകുമ്പം ക്രിസ്തുവിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ ആവസിച്ചിറങ്ങിയിട്ടാ നിങ്ങൾ ആ കാര്യം ചെയ്യാൻ പോകുന്നത്. മടിക്കാതെ കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തു. ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ പരാജയപ്പെടത്തില്ല. നിങ്ങൾ പരാജയപ്പെടാൻ കർത്താവ് സമ്മതിക്കുകയില്ല. ഓ ഹല്ലേലൂയ. ഞാൻ ബലഹീനനാകുന്ന ഒരു സമയം എൻ്റെ തകർച്ചയുടെ സമയമാണെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ചിന്തിച്ചെഴുതി വെച്ചോ, അതെൻ്റെ തകർച്ചയുടെ സമയമല്ല. കൂടുതൽ കർത്താവിൻ്റെ ശക്തി. ഒന്ന് പറഞ്ഞ്, കൂടുതൽ കർത്താവിൻ്റെ ശക്തി. ഒന്നുകൂടെ പറഞ്ഞ്, കരമുയർത്തി പറഞ്ഞ്, കൂടുതൽ കർത്താവിൻ്റെ ശക്തി. ഒച്ചത്തിൽ പറഞ്ഞ്, കൂടുതൽ കർത്താവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിപ്പാൻ എൻ്റെ ഈ ബലഹീനത മുഖാന്തരമായി തീർന്നു. ഒന്ന് ചേർന്ന് പറഞ്ഞ്, എൻ്റെ ഈ ബലഹീനത കൂടുതൽ ശക്തി എൻ്റെ മേൽ ആവസിക്കാൻ മുഖാന്തരമായി തീർന്നു. ഹല്ലേലൂയ. സോ ഞാൻ ഒന്ന് തരംതിരിച്ചൊന്ന് പറഞ്ഞ് ഈ ഭാഗം അവസാനിപ്പിക്കാം. വീക്കായപ്പോൾ നിങ്ങൾ സ്ട്രോങ് ആയി നിൽക്കുമ്പോഴും കർത്താവ് കൂടെയുണ്ട്. നിങ്ങൾ ശക്തരായി നിൽക്കുമ്പോഴും യേശു കൂടെയുണ്ട്. പക്ഷെ ഏതെങ്കിലും ഒരു തട്ടുകേട് നിങ്ങൾക്ക് സംഭവിക്കുമ്പം, ജീവിതത്തിൽ ഏതെങ്കിലും പരാജയം സംഭവിക്കുമ്പം, ഏതെങ്കിലും പരാജയത്തിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പം, എല്ലാവരും നിങ്ങളെ ഇട്ടേച്ചു പോകുമ്പം, ആരും ഒപ്പമില്ലാത്തപ്പം ഞാൻ എങ്ങനെ തരണം ചെയ്യുമെന്ന് നിങ്ങൾ ചോദിക്കുമ്പം ഉറപ്പ് ഞാൻ പറയാം, അതുവരെ നിങ്ങൾ അനുഭവിച്ചത് 50% ദൈവകൃപയാണെങ്കിൽ നിങ്ങൾ ബലഹീന, ഓരോ ആൾക്കാർ നിങ്ങളെ വിട്ടു പോകും തോറും ആ ആൾക്കാരുടെ ശക്തിക്കും ഭക്തിക്കും മീതെയുള്ള കൃപയുമായി കർത്താവ് നിങ്ങളുടെ കൂടെ ഇറങ്ങി നിൽക്കും. ഓ, ഇത് അനുഭവിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ഇങ്ങനെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക ഈ സെഗ്മെന്റ്. ഒരു ബലഹീനത വരുമ്പോഴേ ചിന്തിക്കേണ്ടത്, ഓ തീരാൻ പോവാന്നല്ല, അടുത്ത മൂവിന് സമയമായി, അടുത്ത ചലനത്തിന് സമയമായി, അടുത്ത മുന്നേറ്റത്തിന് സമയമായി. ഹല്ലേലൂയ. തീർന്നു എന്ന് പറയുന്നിടത്ത് നിങ്ങൾ ആവർത്തിച്ച് നിങ്ങളുടെ അധരം കൊണ്ട് പറയണം, തുടരാൻ സമയമായി, തുടരാൻ സമയമായി. കാരണം ഈ സമയത്ത് എനിക്കറിയാം ഡബിൾ പോർഷനാണ് വരുന്നത്. എല്ലാപ്പോഴത്തും സാധാരണ ശക്തിയാണ് വരുന്നതെങ്കിൽ ഈ ബലഹീനത ഞാൻ അനുഭവിക്കുമ്പം ഡബിളായി ഇറങ്ങി വരുന്നത്. ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന്. അപ്പം ഞാൻ ഇതിൻ്റെ ഒരൊറ്റ ക്ലോസ് കൂടെ പറയാം. അതുകൂടെ നിങ്ങളുടെ ഉള്ളത്തിലൊന്ന് എഴുതിയാൽ മതി. ക്രിസ്തുവിൻ്റെ ശക്തി നിങ്ങളിൽ ആവസിച്ചിട്ടാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ പരാജയപ്പെടുകയില്ല എന്ന് മാത്രമല്ല, ക്രിസ്തുവിൻ്റെ ശക്തിയെ പരാജയപ്പെടുത്താൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. അങ്ങനെയുള്ളവരൊന്ന് പെട്ടെന്ന് കൈകൾ ഉയർത്താൻ കഴിയാതെ തളർന്നു പോയവരെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, കൈകൾക്ക് തളർച്ചയുള്ളവര് ഇങ്ങോട്ട് ഓടിപ്പോരെ. എന്നാ പറ്റിയതാ? കുളിമുറിയിൽ വീണായിരുന്നു. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ പോസ്റ്റ്മാനാ ആണ്. ഞാൻ ബസ നിൽക്കുമ്പോൾ ഈ കൈ ഊരിപ്പോയി. ഈ കൈ ഇവിടെ ജോയിൻ്റ് വിട്ടുപോയി. ബസ വെച്ച് ജോയിൻ്റ് വിട്ടുപോയി. പിന്നെ മെഡിക്കൽ എക്സ്പോ കൂടെ പിടിച്ചിട്ടു. പിന്നെ കൈ പൊക്കത്തില്ല, വേദന. എത്ര നാളായി ഇത് ഉയർത്താൻ വയ്യാതായിട്ട്? 2 വർഷം. യേശുവേ ഒന്ന് വിളിച്ചേ, ശക്തി അങ്ങോട്ട് ഇറങ്ങട്ടെ. ഇതൊന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിച്ചേ. ബൗച്ച അങ്ങോട്ടൊന്ന് വന്നേ. യേശുവിൻ്റെ ജീവൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. കർത്താവേ, മഹത്വം അങ്ങോട്ട് ഇറങ്ങട്ടെ. യേശുവേ, മഹത്വം അങ്ങോട്ട് ഇറങ്ങട്ടെ. യേശുവേ, മഹത്വം അങ്ങോട്ട് ഇറങ്ങട്ടെ. യേശുവേ, കഴിഞ്ഞു. പൊക്കിക്കും, ചുമ്മാ പൊക്കിക്കും.
ചുമ്മാ പൊക്കി, ചുമ്മാ പൊക്കി, ഉയർത്തി, ചേർത്തടിച്ചു. ഇത്രയേ ഉള്ളൂ. ക്ലിയറായി. ഓടിക്കും, വീട്ടിൽ പോകാം. ഒരു ബലഹീനത വരുമ്പോഴേ ചിന്തിക്കേണ്ടത് തീരാൻ പോവാന്നല്ല, അടുത്ത മൂവിന് സമയമായി, അടുത്ത ചലനത്തിന് സമയമായി, അടുത്ത മുന്നേറ്റത്തിന് സമയമായി. ഹല്ലേലൂയ. തീർന്നു എന്ന് പറയുന്നിടത്ത് നിങ്ങൾ ആവർത്തിച്ച് നിങ്ങളുടെ അധരം കൊണ്ട് പറയണം, തുടരാൻ സമയമായി, തുടരാൻ സമയമായി. കാരണം ഈ സമയത്ത് എനിക്കറിയാം ഡബിൾ പോർഷനാണ് വരുന്നത്. എല്ലാപ്പോഴത്തും സാധാരണ ശക്തിയാണ് വരുന്നതെങ്കിൽ ഈ ബലഹീനത ഞാൻ അനുഭവിക്കുമ്പം ഡബിളായി ഇറങ്ങി വരുന്നേ. ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന്. അപ്പം ഞാനിതിൻ്റെ ഒരൊറ്റ ക്ലോസൂടെ പറയാം. അതുകൂടെ നിങ്ങളുടെ ഉള്ളത്തിലൊന്ന് എഴുതിയാൽ മതി. ക്രിസ്തുവിൻ്റെ ശക്തി നിങ്ങളിൽ ആവസിച്ചിട്ടാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ പരാജയപ്പെടുകയില്ല എന്ന് മാത്രമല്ല, ക്രിസ്തുവിൻ്റെ ശക്തിയെ പരാജയപ്പെടുത്താൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. ഒന്ന് കരമുയർത്തി എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് രണ്ട് കരമുയർത്തി എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാ മക്കളും ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. ആമേൻ, ആമേൻ. രണ്ട് കരങ്ങൾ ഉയർത്താന്നിടത്തോളം ഒന്ന് ഉയർത്തിക്കൊണ്ട്, രണ്ട് കരങ്ങൾ ഉയർത്താന്നിടത്തോളം ഒന്ന് ഉയർത്തിക്കൊണ്ട് എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിച്ച്, യേശുവേ. എല്ലാവരും പ്രാർത്ഥിച്ച്, യേശുവേ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും യേശുവേ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. ഞാൻ തിരിച്ചറിയുന്നു എൻ്റെ മേൽ യേശുവിന്റെ മഹാശക്തി ആവസിക്കുവാൻ എൻ്റെ ഈ ബലഹീനതകൾ മുഖാന്തരമായി തീരുന്നെങ്കിൽ ഈ ബലഹീനതയ്ക്കായിട്ട് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ ശക്തി അപരിമിതമായി എന്നിൽ വ്യാപരിക്കുവാൻ മുഖാന്തരമായി തീരുന്ന എല്ലാ ബലഹീനതകൾക്കായും നന്ദി യേശുവേ, നന്ദി യേശുവേ. ഹല്ലേലൂയ. വെട്ടിയിട്ടിടത്തുനിന്ന് പൊട്ടിക്കിളിർക്കുന്ന പോലെ, ഉടഞ്ഞു വീണിടത്തുനിന്ന് പണിതുയരുന്നത് പോലെ, തകർത്തിട്ടിടത്തുനിന്ന് യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കുന്നത് പോലെ ഈ വചന ഭവനങ്ങളിൽ അവർ തെളിയിക്കപ്പെടട്ടെ. തലമുറകളുടെ നടുവിൽ അവർ തെളിയിക്കപ്പെടട്ടെ. ചെല്ലുന്ന ഇടത്തവർ തെളിയിക്കപ്പെടട്ടെ. നടന്നു പോകുന്ന ഇടത്തവർ തെളിയിക്കപ്പെടട്ടെ. അവരറിയട്ടെ ഈ ബലഹീനത ക്രിസ്തുവിന്റെ മഹാശക്തി ആവസിപ്പാൻ മുഖാന്തരമായി മാറുകയല്ലാതെ ഈ ബലഹീനത വേറെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഈ ബലഹീനത കൊണ്ട് എനിക്കൊരു ദോഷം വരാൻ പോകുന്നില്ല. എനിക്കൊരു ദോഷം കരമടിച്ച് യേശുവിനെ സ്തോത്രം ചെയ്തു. സന്ദർശിക്കുക www.gracecommunityglobal.com.